ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് തെറ്റിപ്പോകാണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ കണ്ണിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ണിൻ്റെ ഭാഗം വരയ്ക്കാൻ വേണ്ടി ഒരുപാട് സമയം പോകുന്നുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം മാത്രം ഇവിടെ നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, റെഫറൻസ് ഇമേജ്. പിന്നെ ഓരോരുത്തരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഒരു ലൈൻസ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നൊരു വീഡിയോ ചെയ്യാവുന്ന. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലൈൻസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് നോക്കിയാൽ മതി. അതുപോലെ സെയിം ആയിട്ട് തന്നെ നമ്മൾ ഇതും വരച്ചിരിക്കുന്നത്. പിന്നെ ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ പെൻസിലും വെച്ച് ക്രോസ് ആയിട്ട് ആ ലൈൻസ് ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വിജയുടെ ഒരു ഡ്രോയിങ് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന മൂവിയിൽ. അപ്പം അതിൽ ആ ഒരു പാർട്ട് ചെയ്തിട്ട് വലിയ വ്യൂ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ടൊന്നും ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആവേശം മൂവിയിലെ ഫഹദ് ഫാസിലിൻ്റെ ഡ്രോയിങ് ചെയ്തങ്ങ് പോയപ്പം പിന്നെ അത് വിട്ടും പോയതാണ്. പിന്നെ ഇനി അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസമൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തീർച്ചയായും ഉണ്ടാവണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ചാനൽ ഡ്രോയിങ്സൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് ഡ്രോയിങ്സ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. മിക്കതും വ്യൂ തീരെ കുറവാണ്. പിന്നെ കൂടുതൽ ഞാൻ ട്യൂട്ടോറിയലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനലിലെ എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾക്ക് യൂസ് ആവും. നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്ന ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഡ്രോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കി നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വേണമെങ്കിൽ ഔട്ട്ലൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കണ്ട് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഓരോ വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കണമെങ്കിൽ അത് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചു തന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം ഒരുപാട് പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേര് ഡ്രോയിങ് ചെയ്തിട്ടാണ് എനിക്ക് അയച്ചു തരുന്നത്. പിന്നെ ചിലതൊക്കെ ഇപ്പോൾ നല്ല ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്യാം. എനിക്കിപ്പം സമയത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് നേരം ഫോണിൽ നോക്കിയിരുന്ന് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ തലവേദനയും കണ്ണിന് ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം ഞാനിപ്പം ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ പറ്റാറില്ല. അതുകൊണ്ട് അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വലിയ താമസിക്കാതെ ഓരോ വീഡിയോസും ചെയ്യാം. അപ്പം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. കാരണം ചെയ്യുന്ന വീഡിയോസിന് വ്യൂ ഇല്ലെങ്കിൽ നമുക്കത് സ്വാഭാവികമായിട്ടും പിന്നീട് ആ ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് തോന്നത്തില്ല. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ ചെയ്തിട്ടുമുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആവും. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തീർച്ചയായും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ച അത്ര ഭാഗം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെവിയുടെ കുറച്ച് ഭാഗം കൂടെ വരയ്ക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. നമുക്ക് ഇനിയിപ്പോൾ ബാക്കി നോർമലായിട്ടുള്ള ഗ്രിഡ് ലൈൻസിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അത് നോക്കി വരച്ചാലും മതി. അപ്പം ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കണം വേഗം. പിന്നെ നമുക്ക് കൈയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് വരയ്ക്കാനുണ്ട്. അപ്പം കൈ വരയ്ക്കുന്ന മിക്കവർക്കും മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് ഷെയ്ഡ് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും.